Empowering minds and shaping futures, Lakshmi Narayana Arts and Science College, Mayanur offers top-notch education, experienced faculty, modern facilities and a vibrant campus life. Join us for a journey of learning, growth and success. Admissions open, Lakshmi Narayana Arts and Science College, Mayanur. ഒറ്റപ്പാലം നഗരസഭ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ 2026-27 വർഷത്തെ കർഷക സഭയും ഞാറ്റുവേല ചന്തയും ഒറ്റപ്പാലം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം നഗരസഭ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ 2026-27 വർഷത്തെ കർഷക സഭയും ഞാറ്റുവേല ചന്തയും ഒറ്റപ്പാലം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ MK ജയസുധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തലമുറയെ കാർഷിക കൃഷിരീതിയുമായുള്ള നൂതന ശാസ്ത്രീയ വിദ്യകൾ പകർന്നു കൊടുക്കുന്ന ഒരു സംരംഭമാണ് ഇന്നത്തെ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പുതിയ കൃഷിരീതി ഉപകരണങ്ങൾ പരിചയപ്പെടുത്തുവാനും നമ്മുടെ ഔഷധ സസ്യങ്ങൾ അത്തരത്തിലുള്ള വിവിധ തരം വിത്തുകളും വളങ്ങളും ലഭ്യമാക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇന്നത്തെ ഈ പ്രവൃത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈസ് ചെയർമാൻ രാജേഷ് അധ്യക്ഷനായി. കർഷകർക്ക് മികച്ച നിലവാരമുള്ള കാർഷിക വിഭവങ്ങളും സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങളും ഒരിടത്ത് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. പഴയന്നൂർ ബ്ലോക്ക് അഗ്രോ സർവീസ് സെന്റർ നഴ്സറിയിൽ നിന്നുള്ള അത്യുൽപാദന ശേഷിയുള്ള നടീൽ വസ്തുക്കൾ, പച്ചക്കറി വിത്തുകൾ, ജൈവ കുമിൾ, കീടനാശിനികൾ എന്നിവയുടെ വിപണനവും നടന്നു. ഫലവൃക്ഷ തൈകൾ, പച്ചക്കറി തൈകൾ, അലങ്കാര ചെടികൾ എന്നിവയും കർഷകർക്കായി ഒരുക്കിയിരുന്നു. കൂടാതെ PM കിസാൻ പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്കായി EKYC സൗകര്യവും സബ്സിഡിയോടെ കാർഷിക യന്ത്രങ്ങൾ വാങ്ങുന്നതിനുള്ള SMAM പദ്ധതി രജിസ്ട്രേഷനും കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിപണന സ്റ്റാളുകളും പരിപാടിയുടെ ഭാഗമായി സജ്ജമാക്കി. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനീറ മുജീബ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സബിത, ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർമാൻ KK രാമകൃഷ്ണൻ മാസ്റ്റർ, പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ സൃജുല, വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ S പാർവതി എന്നിവർ ആശംസകൾ നേർന്നു. കാർഷിക വികസന സമിതി അംഗങ്ങൾ, പാടശേഖര സമിതി പ്രതിനിധികൾ, കൃഷി ഓഫീസർ രമ്യ ചന്ദ്രാസി, നഗരസഭാ കൗൺസിലർമാരായ സായി കിരൺ, സൂര്യ, ADC അംഗങ്ങളായ തോമസ് പ്രകാശൻ, ഷൊർണൂർ ADA അമല J, അസിസ്റ്റന്റ് AD സുരേഷ് KP തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു.